ഇന്ത്യയിൽ നൂറുകണക്കിന് ബംഗാളി മുസ്ലിങ്ങളെ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെന്ന് മുദ്രകുത്തി ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയതായി രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് ചെയ്തു. കുടിയേറ്റ തൊഴിലാളികളെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ എണ്ണത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ലെങ്കിലും മെയ് 7-നും ജൂൺ 15-നും ഇടയിൽ 1500-ലധികം മുസ്ലിങ്ങളെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തിയെന്നാണ് ബംഗ്ലാദേശ് അതിർത്തി സേന റിപ്പോർട്ട് ചെയ്തതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തുവിട്ട കണക്കിൽ പറയുന്നത്. പുറത്താക്കപ്പെട്ടവരിൽ മ്യാൻമറിൽ നിന്നുള്ള ഏകദേശം 100 റോഹിംഗ്യൻ അഭയാർത്ഥികളും ഉൾപ്പെടും. ഏപ്രിൽ അവസാന വാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ബംഗാളി മുസ്ലിങ്ങളെ നാടുകടത്തുന്ന നടപടി ഊർജിതമാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബംഗ്ലാദേശ് അതിർത്തി പ്രദേശത്തുള്ള അസമിലെ തടങ്കൽ കേന്ദ്രത്തിൽ നിന്ന് മെയ്യിൽ ഏകദേശം 100 റോഹിംഗ്യൻ അഭയാർത്ഥികളെ ഇന്ത്യ പുറത്താക്കിയതായും റിപ്പോർട്ടിലുണ്ട്. മ്യാൻമറിന് സമീപമുള്ള 40 റോഹിംഗ്യൻ അഭയാർത്ഥികളെ ലൈഫ് ജാക്കറ്റുകൾ നൽകി അധികൃതർ നിർബന്ധിച്ച് കടലിൽ തള്ളിയതായി ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷണറുടെ ഓഫീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. മ്യാൻമറിനെ കുറിച്ചുള്ള യുഎന്നിന്റെ പ്രത്യേക പ്രതിനിധിയായ ടോം ആൻഡ്രൂസ് ഈ സംഭവത്തെ മനുഷ്യന്റെ അന്തസ്സിന് അപമാനം എന്നാണ് വിശേഷിപ്പിച്ചത്. റോഹിംഗ്യൻ അഭയാർത്ഥികളെ നാടുകടത്തുന്നത് തടയാനുള്ള അപേക്ഷ നേരത്തെ സുപ്രീം കോടതിക്ക് മുമ്പാകെ എത്തിയെങ്കിലും ഇന്ത്യൻ നിയമപ്രകാരം അവർ വിദേശികളാണെന്ന് കണ്ടെത്തിയാൽ നാടുകടത്താം എന്നാണ് കോടതി നിലപാട് സ്വീകരിച്ചത്. ഇന്ത്യൻ പൗരന്മാരായ ബംഗാളി മുസ്ലിങ്ങളെ രാജ്യത്തു നിന്ന് പുറത്താക്കുന്നത് വഴി ഇന്ത്യ ഭരിക്കുന്ന BJP വിവേചനത്തിന് ആക്കം കൂട്ടുകയാണെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഏഷ്യൻ ഡയറക്ടർ എലൻ പിയേഴ്സൺ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കണ്ടെത്തലുകൾ അറിയിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയെങ്കിലും ഒരു പ്രതികരണവും ലഭിച്ചില്ലെന്നും പിയേഴ്സൺ പറഞ്ഞു.